മുഖാമുഖത്തിൽ വന്ന മറ്റൊരു ചോദ്യമായിരുന്നു. ഹുസൈൻ സലഫി ഇവിടെ ക്ലിപ്പിട്ട് കേൾപ്പിച്ചിരുന്നു, നമ്മൾ അമൽ ചെയ്താൽ പ്രതിഫലം നൽകുന്നവൻ CM ആണ്, ശിക്ഷ നൽകുന്നത് CM ആണ്, നമ്മുടെ ശ്വാസം വരെ CM-ന്റെ വകയാണ്, നടക്കുന്ന കാല് വരെ CM-ന്റെ വകയാണ്, CM-നെ ചീത്ത പറയുമ്പോഴും അവന് ചീത്തരാളെ നാവ് കൊടുക്കും CM തന്നെയാണ് എന്ന ക്ലിപ്പിട്ട് ഹുസൈൻ സലഫി പ്രസംഗിച്ചിരുന്നു. ന്യായീകരിക്കാൻ കഴിയുന്നില്ല. ഇതെന്താ പറഞ്ഞത്? അങ്ങനെയൊക്കെ പറയാതാ കേട്ടോ. നിങ്ങൾ ആ ഭാഗം ശ്രദ്ധിക്കാം. നമുക്ക് അമലുകൾക്ക് കൂലി തരുന്നതും വേണ്ടെന്ന് വെക്കുന്നതും മടവൂരാണ് എന്ന് പറയുന്നതിനെ കുറിച്ച് എന്ത് പറയുന്നു? കൂലി കൊടുക്കുന്നത് അതുപോലെ പ്രതിഫലം നൽകണമൊക്കെ മടവൂരാണെന്ന് പറയുന്നതിനെ കുറിച്ച് ആരാണ് എന്താ പറയാനുള്ളതെന്നാണ്. ആരപ്പം അങ്ങനെ പറഞ്ഞത്? നമ്മളാരെങ്കിലും അങ്ങനെ പറഞ്ഞോളൂ? കൂലി കൊടുക്കുന്ന ആൾ മടവൂരാണ്, ശിക്ഷ കൊടുക്കുന്ന ആൾ മടവൂരാണ്, നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ട്? അങ്ങനെ അല്ല, കുറേ ആളുണ്ടല്ലോ അവിടെ. ആരോ എവിടുന്ന് എന്തോ നേരത്തെ പറഞ്ഞ മാതിരിയാണ് പടച്ചവനാണെന്നൊക്കെ ഏതോ അന്തല്ലാത്ത ചില 1-2 ആളുകൾ വിളിച്ചു പറയും. എന്നിട്ട് അതൊന്നായിട്ടൊരു സമൂഹത്തിൻ്റെ വാദമായിട്ടാണ് അവതരിപ്പിക്കും. കണ്ടോ എന്താ പറഞ്ഞത്? ഏതോ അന്തല്ലാത്ത വിളിച്ചറിയണം. അപ്പോൾ പറഞ്ഞ പന്തല്ലാര ബാക്കിയോടെ സാക്ഷാൽ കാന്തപുരവരെ പറഞ്ഞില്ലേ, മുദബ്ബിർ ആലമാണ്, മൊത്തം കൺട്രോളാണ് എന്ന്. അവിടെ ഇങ്ങോട്ട് താഴെയുള്ള ഒരുപാട് മുസ്ലിയാക്കന്മാരെ പറഞ്ഞില്ലേ അതേ ആശയം. ആ കൂട്ടത്തിലെ ഒരു മുസ്ലിയാർ പറഞ്ഞത് കൂലി കൊടുക്കുന്നത് മടവൂർ തന്നെയാണ്, ശിക്ഷ നൽകുന്നത് മടവൂരാണ്, ശ്വസിക്കുന്ന വായു മടവൂരിൻ്റെ വകയാണ്, ചീത്ത പറയാൻ വരുമ്പോൾ ആ ചീത്ത പറയാനുള്ള കഴിവും കൊടുത്ത് മടവൂരാണ് എന്ന് പ്രസംഗിച്ചില്ലേ. ഏത് അന്തല്ലാത്തവന് കുതിരവട്ടത്ത് വിളിച്ചൊന്നുമില്ല, സ്റ്റേജ് കെട്ടി പ്രസംഗിച്ചതാണ്. എന്നിട്ട് അതിന് എന്താ നമുക്ക് പറയാമെന്ന് ചോദിക്കുമ്പോൾ അത് ന്യായീകരിക്കാൻ ധൈര്യമില്ല. വേണ്ട, നിങ്ങളെ വാദപ്രകാരം എന്തേ പറഞ്ഞൂടെ? ഒരു കൂലി കൊടുക്കാനുള്ള കഴിവ് അല്ല കൊടുത്തു വിശ്വസിച്ചാൽ പോലെ. കൂലി കൊടുക്കാനുള്ള കഴിവ് അല്ലാതെ കൊടുത്തു എന്ന് വിശ്വസിച്ചാൽ എന്താ അല്ല കൊടുക്കൂലേ? നിങ്ങൾ ഞാൻ പണ്ട് ആയത്തോതി ഹിസാബ് എൻ്റെ ആയത്ത് ഇപ്പോൾ സ്വീകാര്യമില്ലേ? അത് നിങ്ങൾ അന്ന് വെച്ച അർത്ഥം ശരിയല്ല എന്നാണോ? മാത്രവുമല്ല, ഇവിടെ മുഖാമുഖത്തിന് മറ്റൊരു ചോദ്യം വന്നു. എന്താ? CM മടവൂരടക്കമുള്ള ഔലിയാക്കന്മാർക്ക് ഉറക്കമില്ല, മയക്കമില്ലാതെ ഹുസൈൻ സലഫിയോട് ക്ലിപ്പിട്ട് പ്രസംഗിച്ചിരുന്നു. അപ്പൊ ഇതൊക്കെ പറയാൻ പറ്റുമോ എന്നാ അടുത്ത ചോദ്യം. കേട്ടോ നിങ്ങൾ, ഏതോ ഒരു ക്ലിപ്പിലുണ്ട്, ലാ തൗഖുദുഹു സിനത്തും വലാനവും അള്ളാഹു താലാക്ക് ഉറക്കമില്ല, അതുപോലെ തന്നെ തൂക്കിയുറക്കമോ ഉറക്കമല്ലാത്ത ആളാണ് അള്ളാഹു. ഈ അള്ളാഹുവിൻ്റെ ഒരു വിശേഷണം അതേ രൂപത്തിൽ പിന്നെ മഹാന്മാരായ ആളുകൾക്ക് ഉണ്ടാകുന്നുണ്ട്. അള്ളാഹ്ക്കുള്ള അതേ രൂപം ഈ ഉറക്കല്ലായി, അതുപോലെ തന്നെ സിനത്തില്ല, പിന്നെ തൂക്കിയുറക്കമോ ഒന്നും ഇല്ലാത്തൊരവസ്ഥ അള്ളാഹിൻ്റെ അതേ രൂപത്തിൽ ഒരാൾക്കില്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാമെന്ന് ഔട്ടാണ്. ആരെങ്കിലും പറഞ്ഞ അതേ രൂപത്തിൽ ഇല്ല എന്ന് പറഞ്ഞവൻ ഇസ്ലാമെന്ന് പുറത്താ. അപ്പൊ കണ്ടോ, ഇസ്ലാമെന്ന് പുറത്താ. എന്തോ ഉഷാല പറഞ്ഞു മൂപ്പർക്കറിയില്ല. മടക്കസ ഉസ്താദ് പ്രസംഗിച്ചിട്ടുണ്ട്, പ്രസംഗിച്ച് മൂപ്പർക്കറിയില്ല. അതുകൊണ്ടാണ് മൂപ്പര് പറഞ്ഞത് അങ്ങനെ പറഞ്ഞാൽ ഇസ്ലാമെന്ന് ഔട്ടാണ്. ഈ ഉത്തരം പറഞ്ഞ് ഇറങ്ങിയപ്പോൾ മറ്റോ ബേക്കായി അങ്ങനെ പറഞ്ഞിട്ടോ നമ്മുടെ ഉസ്താദ പ്രസംഗിച്ചിട്ടുണ്ട്, ബാക്കിൽ പറഞ്ഞ. അപ്പൊ പിന്നെ ഒന്നും കൂടി ഉപ്പനെ ശ്രദ്ധ കൂട്ടി പറയാം. കേട്ടോളി ബാക്കി ഭാഗം. അത് കൊണ്ടുവന്ന് ഇതാണ് അഹ്ലു സുന്നയുടെ വാദം എന്ന് പറഞ്ഞാൽ എല്ലാവരും പഠിപ്പിക്കുന്ന എല്ലാവരും അറിയുന്ന കാര്യങ്ങളെ തള്ളിയ അതൊരിക്കലും അഹ്ലു സുന്നയുടെ മേൽ കെട്ടിവെച്ചാൽ അത് സമ്മതിക്കുകയില്ല എന്ന് മാത്രം പറഞ്ഞ് ഇൻഷാ അല്ലാഹ്. അതെ, അല്ലാഹു തആലാനെ പോലെ തന്നെയുള്ള സിനത്ത്, അല്ലാഹു തആലാനെ പോലെ തന്നെയുള്ള അതേ ശൈലിയുള്ള ഉറക്കവും അതുപോലെ തൂക്കി അതൊക്കെ എന്ത് ചെയ്തു? അതേ അവസ്ഥ ഔലിയാക്കൾക്ക് അല്ലേ ഉണ്ടെങ്കിലാണ് അതേ രൂപത്തിലുള്ള അവസ്ഥ ഉണ്ടാവില്ല. അതേ രൂപത്തിലുള്ള അവസ്ഥ ഉണ്ട് എന്ന് ഔലിയാക്കൾക്ക് ഉണ്ട് എന്ന് വാദിച്ചാൽ അവൻ ഇസ്ലാമെന്ന് ഔട്ടാവുന്ന പറഞ്ഞു. അതേ രൂപത്തിലുള്ള അവസ്ഥ അത് നമ്മളെ അള്ളാഹ്ക്കുള്ള അതേ അവസ്ഥ അതെ പഠിച്ച അങ്ങനെ ആരും വാദിച്ചിട്ടില്ല. അത് വേറെ വിഷയം. ആ പറഞ്ഞതൊക്കെ ഏതോ അവ്യക്തമായി വിശദമാക്കാതെ ചില രൂപത്തിലുള്ള അവടിവടി പറഞ്ഞത് ഇങ്ങനെ കുറച്ച് അവടിവടിയിട്ട് പൂർണ്ണമായി വിശദീകരിക്കാൻ മട്ടം പോലെ വിശദീകരിച്ചാൽ അതിനൊക്കെ മയനോക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അപ്പൊ ആദ്യം പറഞ്ഞ ഊക്ക് പിന്നില്ല. ആദ്യം പറഞ്ഞ ഇസ്ലാമിന് ഔട്ടാണ്. അങ്ങനെ പറഞ്ഞു ഇസ്ലാമിനെ പുറത്താണ്. അപ്പോൾ ഫൈസലേസിന്റെ ബാക്കിൽ ഇടപെടൽ അങ്ങനെ പറഞ്ഞിട്ടോ നമ്മൾ ഉസ്താദ് ഔട്ടാവും. കാരണൂർ മർക്കസിൽ ഇപ്പോഴും പഠിപ്പിക്കുന്ന ഉസൂലുൽ ഫിഖ് ഡിപ്പാർട്ട്മെന്റിലെ പ്രധാനപ്പെട്ട ഉസ്താദ്, ആ ഉസ്താദ് ഖാഫിയായ ഉസ്താദിന്റെ പ്രസംഗത്തിലാ പറഞ്ഞത് ഔലിയാക്കന്മാർ അള്ളാഹിനെ പോലെ തന്നെയാണ്. പറയട്ടെ, ആ പ്രസംഗം കേൾക്കാം നമുക്ക്. അള്ളാഹുവിനിക്ക് ഉറക്കമില്ല. ആയത്തുൽ കുർസിയിൽ പറഞ്ഞു അള്ളാഹു താലാക്ക് തൂക്കിയുറക്കമല്ല ഉറക്കില്ല. വലിയും അങ്ങനെ തന്നെയാണ്. എല്ലാം വലിയനെ കൂട്ടി മനസ്സിലാക്കണം. കണ്ടോ, വലിയും അങ്ങനെ തന്നെയാണ്. അള്ളാഹു തആലാക്ക് ഉറക്കമില്ല. തെളിവെന്താ? ലാ തഖുദുഹു സിനത്തും വലാ നൗം. ഈ ആയത്ത് പറഞ്ഞ വലിയും അങ്ങനെ തന്നെയാണ്. എല്ലാം വലിയനെ കൂട്ടി മനസ്സിലാക്കണം. ഇത് ഉൽപ്പെട്ടിരുന്നു.
ആ ക്ലിപ്പാണ് അവിടെ ചോദ്യമായി അവർ തന്നെ സ്വയം കൊണ്ടുവന്നത്. കാരണം ആ ക്ലിപ്പ് ഇവിടെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നറിയാം. അപ്പൊ പിന്നെ മറുപടി ഇല്ല. അവിടെ അലവി സഖാഫി എണീറ്റില്ല. അലവി സഖാഫിക്കാരിൽ എങ്ങനെ പ്രസിഡന്റ് മുമ്പിൽ എണീറ്റില്ല. ഈ സാധനം അറിയില്ല ഉസ്താദ് ഇങ്ങനെ പണ്ട് പ്രസംഗിച്ചിട്ടുണ്ട് എന്ന്. അതുകൊണ്ട് ആവേശത്തിന് ഉപയോഗിക്കുക ആരങ്ങനെ പറഞ്ഞത്? അങ്ങനെ പറഞ്ഞോ ഇസ്ലാം തന്നെ പുറത്താണെന്നാ. ഇനിയിപ്പോൾ ആരാകത്തുള്ളത്? അകത്ത് അതുണ്ടെങ്കിലേ പുറത്തു പോകാം. അപ്പൊ സഹോദരങ്ങളെ, എന്തിനങ്ങനെ കൊപ്പിക്കുന്നുണ്ട്? മാത്രമല്ല ഇത്രയായപ്പോ നൗഷാദ് ഇതിനെതിരെ ഒരു പ്രോഗ്രാം വെച്ചു ചെമ്മാട് പോയിട്ട്. ഇവിടുത്തെ മുഖാമം കഴിഞ്ഞപ്പോൾ മൂപ്പരപ്പുറത്ത് പോയിട്ട് ഒരു പ്രോഗ്രാം വെച്ചു. ആ പ്രോഗ്രാമിൽ മൂപ്പര് പറഞ്ഞെന്താ അറിയോ? ഇവരൊക്കെ പൗതി വഹാബിക്കുന്നതായി. ഈ അലവി സഖാഫിയൊക്കെ പഴയ പോലെ ഒന്നല്ല, ഈ പോലൊക്കെ പൗതി വഹാബി ആയിട്ടുണ്ട്. കേട്ടോ നിങ്ങൾ, ആ ശിർക്ക് വാദത്തെയും പൊളിക്കാൻ വേണ്ടി മർക്കസിലെ മറ്റൊരു മുദർരിസിനെയാണ് ഞാൻ കൊണ്ടുവരുന്നത്. പരസ്പര വൈരുദ്ധ്യങ്ങൾ മുജാഹിദ് മൗലവിമാർ എങ്ങനെ നെടുകെ പിളർന്നു, അതിലേറെ വലിയ അപകടകരമായ പോക്കാണ്. ഈ കെ ഉസ്താദിന് ആദർശം പോരാന്ന് പറഞ്ഞ് സുന്നത്ത് ജമാഅത്തിന്റെ ആദർശത്തിൽ ഈ കെ ഉസ്താദ് വെള്ളം ചേർത്തു എന്ന് പറഞ്ഞവർ ഇന്ന് വഹാബികളുടെ മുകളിലേക്ക് അതാ അവരുടെ അധപ്പതനം നീങ്ങുകയാണ്. കണ്ടോ, വഹാബികൾ മുകളിലേക്ക് എത്തിയില്ല. വഹാബികളെക്കാൾ മുകളിലേക്ക് ഇന്ന് അവരെത്തിക്കഴിഞ്ഞു. അത്രയും അധപതിച്ചു പോയി. കാരണം എന്താ? ഹുസ്നത്തും പറഞ്ഞ ഇസ്ലാമിന് പുറത്താന്ന് പറഞ്ഞു. അത് വഹാബിയുടെ വാദമാണ്. കൂലി കൊടുക്കുന്ന മടവൂരല്ല എന്ന് പറഞ്ഞാൽ, മടവൂരാന്ന് പറഞ്ഞാൽ അത് ഇസ്ലാം ഔട്ടാന്ന് പറഞ്ഞു. അത് വഹാബിയുടെ വാദമാണ്. അതുകൊണ്ട് വഹാബികളെക്കാളും മേലെ പോയി ഇതാണ് ഇപ്പം മൂപ്പര് പറയുന്നത്. അതുകൊണ്ടാണ് ചെമ്മാട് പരിപാടിക്ക് മൂപ്പര് നോട്ടീസ് അടിച്ചപ്പോൾ വിഷയം കൊടുത്തെന്നറിയോ? ആ നോട്ടീസ് നിങ്ങൾ കണ്ടോളി. ചെമ്മാട് പരിപാടിക്ക് മൂപ്പര് നോട്ടീസ് അടിച്ചു. ആ നോട്ടീസിൽ വിഷയം കൊടുത്തത് എന്താണ്? ഇവരെ ഉള്ളിൽ വഹാബിസമാണ് എന്ന് പഠിപ്പിക്കുന്ന ടൈറ്റിലാണ്. കണ്ടങ്ങൾ, മുഖാമുഖങ്ങളിലും വഹാബിസം പഠിപ്പിക്കുന്ന വ്യാജ പണ്ഡിതൻ. ഇനി വരാനുള്ള ചാരിയത്ത് ധാരപ്പറ്റ അലവി സഖാഫിനെ പറ്റി. മുഖാമുഖങ്ങളിലും വഹാബിസം പഠിപ്പിക്കുന്ന വ്യാജ പണ്ഡിതർ എന്ന. അപ്പം മുഖാമത്തോട് പഠിപ്പിക്കുക എന്താ? വഹാബിസാണ്. അല്ലെന്നില്ല, സ്വാധീനമുണ്ട്. അപ്പോൾ വഹാബിസ് എങ്ങനെ ഒരു വില ചെമ്മാടും ഏതാണ് അതേ വിഷയം തന്നെ കൊടുത്തത്. അപ്പോൾ ഏതായിരുന്നാലും സഹോദരങ്ങളെ, മാറ്റമുണ്ട്. നിങ്ങളിവിടെ പറഞ്ഞതിനൊക്കെ ഇപ്പം മെല്ലെ പിറകോട്ട് പോകേണ്ടി വന്നിട്ടുണ്ട്.